പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരു ദിവസക്കാലം കൂടി നമുക്ക് ഒരുക്കി തന്ന യേശുവെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇന്ന് വചനം കേൾക്കുവാനുള്ള കൃപ നമുക്ക് ദൈവം ഒരുക്കി തന്നതിന് ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ വചനത്തിലൂടെ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. ദൈവവചനം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ദൈവവചനത്തിലൂടെ നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ദൈവവചനത്തിൽ വിശ്വസിച്ച് നാം എന്ത് അപേക്ഷിച്ചാലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അത് ഒരു വലിയ അനുഗ്രഹമായി മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മഹത്വവും ദൈവത്തിനുള്ളതായിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം തന്നിരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാലാണ്. നല്ലൊരു ദിവസം നമ്മുടെ ദൈവം നമുക്ക് തന്നതുപോലെ തന്നെ ഇന്ന് നമുക്ക് വചനം കേൾക്കാം. സങ്കീർത്തനം 34 തിരുവചനം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമല്ലേ. എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയേയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചു. ആമേൻ. ദൈവത്തോട് അപേക്ഷിച്ച് ഒരു കാര്യവും ദൈവം തള്ളിക്കളയുകയില്ല. അവിടുന്ന് പറയാണ്, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി. നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം അത്രയും പ്രകാശമാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തെ നാം സ്നേഹിക്കണം. ദൈവവചനത്തിലൂടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തെ അറിയിക്കുകയാണ് വേണ്ടത്. ദൈവം എങ്ങനെയാണോ നാം ആവേണ്ടതെന്ന് ആഗ്രഹിച്ചു അതേപോലെ നമ്മുടെ ജീവിതം വരമേൽപ്പിക്കുക. നല്ലൊരു ദിവസം ദൈവം നമുക്ക് തരട്ടെ എന്ന് നമുക്ക് സ്തുതിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.